D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകൾ, നല്ല അടിപൊളി പപ്പീസ്, അതുപോലെ നല്ല അടിപൊളി പ്രാവുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പറും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകൾ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിൽ വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ലോങ് കോട്ടിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ വീഡിയോ നമ്മൾ ഇതിൽ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ലോങ് കോട്ടിൻ്റെ പപ്പിക്ക് മെയിൽ പപ്പിക്ക് അവർ ചോദിക്കുന്നത് 10,000 10,000 രൂപയും, ഫീമെയിൽ പപ്പിക്ക് 9,000 ചോദിക്കുന്നത്. 9,000 രൂപയാണ് ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 2 പപ്പീസാണ് കൊടുക്കാനുള്ളത്, ഒരു മെയിൽ പപ്പിയും ഒരു ഫീമെയിൽ പപ്പിയും. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ടിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കോഴി ഉണ്ട്, അതേപോലെ തന്നെ വേറെ കോഴികളുണ്ട്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് വൈറ്റ് പൂവിന് വന്നിരിക്കുന്നത് ചോദിക്കുന്നത് അവർ 800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ബാക്കി നോർമൽ പെടക്കോഴികൾക്ക് തനി നാടൻ കോഴി പെടക്കോഴികൾക്ക് 600 രൂപ. ആ പുള്ളിക്കോഴി പെടക്കോഴിക്ക് 1000 രൂപയാണ് ചോദിക്കുന്നത്. തനി നാടൻ കോഴികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു പുള്ളിക്കോഴി ഉണ്ട്, അതേപോലെ നെക്കിൻ്റെ ഒരു ചാത്തൻ കോഴി ഉണ്ട്, അതേപോലെ നാടൻ കോഴികൾ വേറെ ഉണ്ട്. പൂങ്കോഴിക്ക് 800 രൂപയാണ് ചോദിക്കുന്നത് വൈറ്റ് കളർ. ബാക്കി തള്ളക്കോഴികൾക്കൊക്കെ 600 രൂപ. പുള്ളിക്കോഴിയുടെ തള്ളക്കോഴിക്ക് 1000 രൂപയാണ് അവർ ചോദിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. തനി നാടൻ കോഴികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഡോബർമാൻ്റെ ഒരു സെമി അഡൽട്ട് മെയിലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 7 മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള ഡോബർമാൻ്റെ ഒരു മെയിൽ. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിനവർ ചോദിക്കുന്നത് 7,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ മെയിൽ ഡോബർമാൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരെ ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ്. മെയിലാണ് വന്നിരിക്കുന്നത്. 7 മാസം പ്രായമായിട്ടുള്ളൂ. മലപ്പുറം നിലമ്പൂരാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലല്ല, സ്റ്റഡ് സർവീസിൻ്റെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ കാവനാടാണ് ഡാഷ് ഹണ്ടിൻ്റെ സ്റ്റഡ് സർവീസ്. KCI സർട്ടിഫൈഡ് ഉള്ള മെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ പറയുന്നത് 1000 രൂപയും ഒരു പപ്പിയാണ് സ്റ്റഡ് സർവീസിൻ്റെ ചാർജും കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു മെയിലാണ് വന്നിരിക്കുന്നത്, KCI സർട്ടിഫൈഡ് ഉള്ളത്. അപ്പോൾ കൊല്ലം കാവനാട് ഏരിയയിലൊക്കെ ഡാഷ് ഹണ്ടിൻ്റെ സ്റ്റഡ് സർവീസൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി മെയിലാണ്, KCI സർട്ടിഫൈഡ് മെയിലാണ്. 1000 രൂപയും ഒരു പപ്പിയാണ് സ്റ്റഡ് സർവീസിൻ്റെ ഒരു ചാർജായിട്ട് വാങ്ങുന്നത്. അപ്പോൾ ഡാഷ് ഹണ്ടിൻ്റെ സ്റ്റഡ് സർവീസൊക്കെ അന്വേഷിക്കുന്നവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലാബിൻ്റെ അഡൽട്ട് ഒരു മെയിലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ അലനല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ മെയിലിന് അവർ ചോദിക്കുന്ന റേറ്റ് 5,000 രൂപയാണ്. ഈ ലാബിൻ്റെ അഡൽട്ട് മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്ന റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ്. 4 അഡൽട്ട് കോക്ടെയിലാണ് നമുക്ക് ഇതിൽ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഗ്രേ പേഡ് ഉണ്ട്, വൈറ്റ് ഫേസ് ഉണ്ട്. അപ്പോൾ ഇതിൽ 4 ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 7,000 രൂപയാണ് ചോദിക്കുന്നത്. പെയറായിട്ടാണെങ്കിൽ 3,500 രൂപ, സിംഗിളായിട്ടാണെങ്കിൽ 1,800 രൂപയാണ് റേറ്റ് വരുന്നത്. വൈറ്റ് ഫേസും അതേപോലെ തന്നെ ഗ്രേ പേഡും 4 കേട്ടോ. കണ്ണൂരാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അഡൽട്ടാണ് വന്നിരിക്കുന്നത് ഈ 4. അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് ഒരു ടേംഡ് ആയിട്ടുള്ള ഹാൻഡ് ഫീഡിങ് ടേംഡ് ആയിട്ടുള്ള കോക്ടെയിലും വന്നിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് പീസ് റേറ്റ് 2,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 2,000 രൂപ. ടേംഡ് ആയിട്ടുള്ള കോക്ടെയിലാണ് വന്നിരിക്കുന്നത്. 2,000 രൂപ. സിംഗിൾ പീസ് ഉള്ളൂ, 2,000 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. 4 മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇതിന് അവർ ചോദിക്കുന്ന റേറ്റ് 9,000 ആണ്. 9,000 രൂപയാണ് ഈ മൂരിക്കുട്ടിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 9,000 രൂപ, 9,000. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മൂരിക്കുട്ടിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9,000 രൂപയാണ് അവർ ഈ മൂരിക്കുട്ടിക്കായിട്ട് ചോദിക്കുന്നത്. 4 മാസം പ്രായമുള്ളത്. കാലിക്കോ കളറ് ഒരു കിറ്റനാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ കാലിക്കോ കളറ് ഫീമെയിൽ കിറ്റൻ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3,500 രൂപയാണ് അവർ ചോദിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കാലിക്കോ കളർ കിറ്റിനൊക്കെ അന്വേഷിച്ചെടുക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. നല്ല അടിപൊളി കിറ്റനാണ് വന്നിരിക്കുന്നത്. 3,500 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി പേർഷ്യൻ കാറ്റുകൾ അതുപോലെ മറ്റു പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. ഹെഡ്ജ് ഹോഗാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3 എണ്ണം ഉണ്ട്. ഒരു മെയിലും 2 ഫീമെയിൽസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരെണ്ണം വന്നിരിക്കുന്നത് ആൽബിനോയും, ഒരെണ്ണം സാൾട്ട് ആൻഡ് പെപ്പർ കളർ, ഒരെണ്ണം നോർമൽ കളർ. 10 മാസം പ്രായമായതാണ്. അപ്പോൾ ഈ 3 എണ്ണം കൂടി അവർ ചോദിക്കുന്ന റേറ്റ് 15,000 രൂപയാണ്. 3 എണ്ണത്തിന് കൂടി റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ഹെഡ്ജ് ഹോഗാണ് വന്നിരിക്കുന്നത്. 10 മാസം പ്രായമായിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കരിങ്കോഴികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 4 മാസം പ്രായമായിട്ടുള്ള കരിങ്കോഴികൾ, നല്ല ഒറിജിനൽ കരിങ്കോഴികൾ 4 മാസം പ്രായമായുള്ളതാണ്. പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് 360 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നോർമൽ റേറ്റിലാണ് വന്നിരിക്കുന്നത്. 4 മാസം പ്രായമായിട്ടുള്ള കരിങ്കോഴികൾ എല്ലാം കൂടി ഒരുമിച്ച് ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. 4 മാസം, അപ്പോൾ ഒരു 2 മാസം കൂടി കഴിഞ്ഞ് ഏകദേശം എഗ്ഗിങ് തുടങ്ങും. 2 മാസമൊക്കെ ആകുമ്പോൾ എഗ്ഗിങ് തുടങ്ങാറായിട്ടുള്ള കരിങ്കോഴികളാണ് വന്നിരിക്കുന്നത്. 4 മാസമായിട്ടുള്ളത് 360 രൂപയാണ് പീസ് റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ. പാലക്കാടാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി ഒറിജിനൽ കരിങ്കോഴികളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആടുകൾ, അതേപോലെ തന്നെ ഒരു പേർഷ്യൻ ക്യാറ്റ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു മുട്ടനാടാണ് വന്നിരിക്കുന്നത്. ഇത് 1 വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാടാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് അവർ 14,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി ഒരു മുട്ടനാട്. 14,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്തായിട്ട് അവിടെ നിന്ന് തന്നെ വന്നിരിക്കുന്നത് നമുക്കൊരു ഫീമെയിലാണ്. 10 മാസം പ്രായമായിട്ടുള്ളൊരു ആടാണ് വന്നിരിക്കുന്നത്, ഫീമെയിൽ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 9,300 ഈ ഫീമെയിൽ ആടിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 2 നല്ല ആടുകളാണ് വന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് ലൊക്കേഷൻ. ഇതിന് 9,300 ചോദിക്കുന്നത്. ഇതെല്ലാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അവിടുന്ന് ഒരു ക്യാറ്റും കൂടി സെയിലായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹീറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാറ്റ്, ഫീമെയിൽ ക്യാറ്റ്. ഇതിന് ചോദിക്കുന്നത് 3,000 രൂപയാണ് ഈ ക്യാറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പെറ്റ്സുകൾ ഏതെങ്കിലും സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. നിങ്ങളുടെ പെറ്റ്സിനെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്ന വിധത്തിൽ വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ പെറ്റ്സിനെ നന്നായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് പെട്ടെന്ന് സെയിൽ നടക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വഴി സെയിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ ഒരുപാട് ആളുകൾക്ക് സെയിൽ നടക്കുന്നുണ്ട്. നല്ല എൻക്വയറീസ് ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാത്തിനും കാരണം നമ്മുടെ നല്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് കാരണമാണ്. നിങ്ങൾ നല്ല നല്ല കമൻറ്റുകളും അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാരണമാണ് നല്ല സെയിൽ നടക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ഈ പെറ്റ്സിൻ്റെയൊക്കെ ബ്രീഡിങ്ങിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ നമ്പറും വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതേപോലെ നല്ല സെയിൽ പോസ്റ്റായിട്ട് അവർ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും.
താങ്ക്സ് ഫോർ വാച്ചിങ്.